ഗുഡ് മോർണിംഗ് ആൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയറിനെ കുറിച്ചാണ്. എന്താണ് ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് അതേപോലെ തന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. ഇതാണ് ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. നമ്മൾ എ സി ഇൻപുട്ട് നമ്മൾ സോക്കറ്റിൽ കണക്ട് ചെയ്യുന്നു, ദെൻ ആ ട്രാൻസ്ഫോമർ, ദെൻ എത്ര ഡയോഡ്സ് ഉണ്ട്, 4 ഡയോഡ്സ് ഉണ്ട്, ദെൻ ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇൻപുട്ട് കൊടുക്കുന്നു, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, ദെൻ 4 ഡയോഡ്സ് D1, D2, D3, D4, ലോഡ് റെസിസ്റ്റർ RL A to B. ഇനി നമ്മൾ നോക്കിക്കേ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഈ ഡയോഡ് D1ഉം D4ഉം ഈ ഒരു പോയിന്റിൽ എന്താണ് പ്ലസ്, ഈ ഒരു പോയിന്റിൽ മൈനസ് ആണ്, D3ക്കും D2നും. ഇനി നിങ്ങൾ D1ലേക്ക് നോക്കിക്കേ, P2 പോസിറ്റീവ് ആണ് ആ സമയത്ത്, കാരണം ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഈ ഒരു പോയിന്റിലും പോസിറ്റീവ് ആയിരിക്കും, P2 പോസിറ്റീവ്. അപ്പോൾ ഡയോഡ് D1 ഫോർവേഡ് ബയാസ്ഡ് ആണ്. ദെൻ ഡയോഡ് D4ഓ, ഇതിന്റെ N എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, പോസിറ്റീവിലേക്കാണ്. N പോസിറ്റീവിലേക്ക് മീനിങ് എന്താ, റിവേഴ്സ് ബയാസിങ്. അപ്പൊ D4 എന്താണ്, റിവേഴ്സ് ബയാസ്ഡ് ആണ്. ദെൻ ഈ പോയിന്റ് നെഗറ്റീവ് ആണ്, ദാറ്റ് ഈസ് P2 നെഗറ്റീവ്. അപ്പൊ D3 എന്താണ്, റിവേഴ്സ് ബയാസ്ഡ് ആണ്. ദെൻ N2 നെഗറ്റീവ്, P നമ്മൾ നോക്കണ്ട, ഏതെങ്കിലും ഒന്ന് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. N2 നെഗറ്റീവ്, അപ്പൊ എന്താണ്, നെഗറ്റീവ്. അതുകൊണ്ട് എന്താണ്, D2 എന്താണ്, ഫോർവേഡ് ബയാസ്ഡ് ആണ്. അപ്പം ഫോർവേഡ് ബയാസ്ഡ് ആയിട്ടിരിക്കുന്ന ആരൊക്കെയാണ്, D1ഉം അതേപോലെ തന്നെ D2ഉം ഫോർവേഡ് ബയാസ്ഡ് ആണ്. D3യും D4ഉം എന്താണ്, റിവേഴ്സ് ബയാസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് D1നെ ഷോർട്ട് സർക്യൂട്ട് ആക്കാം, D2നെ ഷോർട്ട് സർക്യൂട്ട് ആക്കാം, ദെൻ D3യും D4ഉം എന്താക്കി മാറ്റാം, ഓപ്പൺ സർക്യൂട്ട് ആക്കി മാറ്റാം. ഇനി നിങ്ങൾ നോക്കുക, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്, അപ്പോൾ പ്ലസ് ഇത് മൈനസ് ഇത്, പോസിറ്റീവ് നെഗറ്റീവ് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ കറണ്ട് ഇവിടെ വന്നു, ഈ ഒരു ജംഗ്ഷൻ വരെ വന്നു. ഈ ജംഗ്ഷൻ വന്നിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്താണ്, ഇവിടെ ഓപ്പൺ സർക്യൂട്ട്, ഇവിടെ ക്ലോസ് സർക്യൂട്ട്. അപ്പോൾ കറണ്ട് ഇതുവഴി ഒഴുകത്തുള്ളൂ, ഇതുവഴി ഒഴുകി. ദെൻ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങോട്ട് ഒഴുകാം, ഇങ്ങോട്ട് ഒഴുകാം. ഇത് ഓപ്പൺ സർക്യൂട്ടാണ്, അപ്പൊ ഇങ്ങോട്ട് ഒഴുകത്തില്ല, അപ്പൊ ഇങ്ങോട്ട് കറണ്ട് ഒഴുകും. A to B കറണ്ട് ഫ്ലോ ചെയ്തു, ഇവിടം വരെ വന്നു. ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് ഒഴുകാം, താഴേക്ക് ഒഴുകാം. അപ്പൊ എങ്ങോട്ട് ഒഴുകത്തുള്ളൂ, താഴേക്ക് ഒഴുകും. അപ്പോൾ കറണ്ട് ഇതുവഴി ഒഴുകി ഈ ഒരു പോയിന്റ് വന്നു. ഈ ഒരു പോയിന്റ് വന്നതിന് ശേഷം എങ്ങോട്ടൊക്കെ ഒഴുകാം, ഇങ്ങോട്ട് ഒഴുകാം, താഴേക്ക് ഒഴുകാം. ഇങ്ങോട്ട് ഒഴുകില്ല, കാരണം എന്താണ്, ഓപ്പൺ സർക്യൂട്ട് ആണ്. അപ്പൊ ഇങ്ങോട്ട് ഒഴുകി വരും. ദാറ്റ് ഈസ് പോസിറ്റീവ് നെഗറ്റീവ് കറണ്ട് ഫ്ലോയെ ഈ ഒരു രീതിയിലായിരിക്കും ഒഴുകുന്നത്. അപ്പം ഇവിടെ എങ്ങനെയാണ് ഒഴുകുന്നത്, A to B ആണ് കറണ്ട് ഒഴുകുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ. ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. ഈ ഒരു പോയിന്റിൽ P2 നെഗറ്റീവ് വരും അല്ലേ, D1ന്റെ. അപ്പം D1 റിവേഴ്സ് ബയാസ്ഡ്, D4 ഫോർവേഡ് ബയാസ്ഡ് ആവും, കാരണം N2 നെഗറ്റീവ് ഫോർവേഡ് ബയാസ്ഡ് ആയി. ദെൻ D2ന്റെ N2 പോസിറ്റീവ് വരും, അതുപോലെ തന്നെ P2 പോസിറ്റീവ് വരും D3യുടെ. അപ്പൊ D2 എന്തായി മാറി, റിവേഴ്സ് ബയാസ്ഡ് ആയി മാറി. D3 എന്തായി മാറി, ഫോർവേഡ് ബയാസ്ഡ് ആയിട്ട് മാറി. അപ്പം നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഫോർവേഡ് ബയാസ്ഡ് ആയിട്ടുള്ളതിനെ ഷോർട്ട് സർക്യൂട്ട് ആയിട്ടും റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടുള്ളതിനെ ഓപ്പൺ സർക്യൂട്ട് ആക്കി നമുക്ക് മാറ്റാം. അപ്പൊ എന്ത് സംഭവിക്കും, അപ്പൊ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് കറണ്ട് ഫ്ലോ. അപ്പൊ കറണ്ട് ഇവിടെ വരെ വന്നു, ഇങ്ങോട്ട് ഒഴുകില്ല, കാരണം ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ്, ഇതുവരെ വന്നു. ദെൻ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്ത് ഇതുവഴി ഒഴുകി ആയിരിക്കും വരുന്നത്, പോസിറ്റീവ് നെഗറ്റീവ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഇപ്പോഴും കറണ്ട് ഫ്ലോ ചെയ്യുന്ന എവിടെ നിന്ന് എങ്ങോട്ടാണ്, A to B. പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്തത്, A to B എന്നാണ് ഫ്ലോ ചെയ്തത്. അതേപോലെ തന്നെ ഇൻപുട്ട് എന്താണോ അത് തന്നെയാണ് ഇവിടെ വരുന്നത്, ഔട്ട്പുട്ടിൽ വരുന്നത്. അപ്പൊ ഇൻപുട്ട് എന്ത് തന്നെയാണോ അത് തന്നെ വരുന്നു, പക്ഷേ യൂണി ഡയറക്ഷനിലാണ്, എപ്പോഴും ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, ഔട്ട്പുട്ട് വരുന്നുള്ളൂ. നമുക്ക് ഫുൾ റെക്ടിഫയർ സെന്റർ ടാപ്പ് പഠിച്ചതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ. ദെൻ അഡ്വാൻറ്റേജസ്, സെന്റർ ടാപ്പിന്റെ കമ്പയർ ചെയ്യുമ്പോൾ ഉടനെ ബ്രിഡ്ജ് ഫുൾ റെക്ടിഫയറിനുള്ള പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ വേണ്ട. കാരണം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഏത് ട്രാൻസ്ഫോമർ ആണ്, ഇതിന്റെ സെന്റർ ടാപ്പ് പോയിന്റ് നമ്മൾ എടുത്തിട്ടില്ല. സെക്കൻഡറി 2 പോയിന്റ് മതി, 3 വേണമെന്നില്ല. അപ്പം സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമറിന്റെ ആവശ്യം വരുന്നില്ല. അതേപോലെ തന്നെ സെന്റർ ടാപ്പിനേക്കാൾ ഔട്ട്പുട്ട് എന്താണ്, ട്വൈസ് ആണ്. അതേപോലെ തന്നെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് സെന്റർ ടാപ്പിന്റെ ഹാഫ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. ഡിസഡ്വാൻറ്റേജ്, സെൻട്രൽ ടാപ്പിൽ 2 ഡയോഡ്സേ ഉള്ളായിരുന്നു, പക്ഷെ ഇവിടെ
4 ഡയോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഔട്ട്പുട്ടിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടൈം പീരീഡ് എന്തായി മാറി? ടൈം പീരീഡ് പകുതിയായി മാറി. പക്ഷേ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടൈം പീരീഡ് പകുതിയായി മാറുന്നത് എങ്ങനെയാണ്? ഇവിടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇവിടം വരെയാണ് ടി ആണെന്ന് വിചാരിക്കുക. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് T/2 വരുന്നുള്ളൂ. ഈ ഒരു പാറ്റേൺ ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടൈം പീരീഡ് എന്തായി മാറി? ഹാഫായി മാറി. അപ്പോൾ ഫ്രീക്വൻസി എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. ഫ്രീക്വൻസി ഡബിൾ ചെയ്തു. അപ്പോൾ ഫ്രീക്വൻസി കൂടി. ശരിക്കും പറഞ്ഞാൽ ഫ്രീക്വൻസി എന്ത് ചെയ്യണമായിരുന്നു? കുറയണമായിരുന്നു. ഫ്രീക്വൻസി ഏറ്റവും കുറയുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഡി സിയുടെ ഫ്രീക്വൻസി എന്താണ്? 0 ആണ് ഡി സിയുടെ ഫ്രീക്വൻസി. അപ്പോൾ ഹൈ ഫ്രീക്വൻസിന്ന് ആ ലോ ഫ്രീക്വൻസിയിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഓരോ ഹാഫ് സൈക്കിളിലും 2 ഡയോഡ്സ് കാണും. അപ്പോൾ 2 ഡയോഡ്സിനും 2 ഫോർവേഡ് ബയസ്ഡ് ആണെന്നുണ്ടെങ്കിൽ RF എന്നുള്ള 2 എണ്ണം വരും. അപ്പം അവിടെ എന്ത് വരും? വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കും നോക്കുക. അപ്പോൾ നമ്മൾ ഇത് റിവേഴ്സ് ബയസ്ഡ് ആണെന്ന മൊമെന്റ് നമ്മൾ എടുത്തു. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. അപ്പോൾ ഇതിന് അക്രോസ് പ്ലസ് VM എന്നുള്ളത് വരും. ഈ പ്ലസ് VM തന്നെ ഇവിടെ വരും, ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ട്. അപ്പം ഈ ഒരു പോയിന്റിന് അക്രോസ് എത്ര വോൾട്ടേജ് ആണ് വരുന്നത്? -VM. അതായത് ഈ ഒരു പോയിന്റിൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിന് പാരലായിട്ട് അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കുക. മൈനസ് പ്ലസ് VM മൈനസ് പ്ലസ് VM. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുന്നതായിരിക്കും ഇതിന് അക്രോസ്. ദാറ്റ് ഈസ് 2 VM ആയിരിക്കും സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കുന്ന മൊമെന്റിലെ അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ റിവേഴ്സ് ബയസ്ഡ് ആകുന്ന പോയിന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. അപ്പൊ ആ സമയത്ത് ലോഡിന് അക്രോസ് പ്ലസ് VM വരും. കാരണം ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ട് ഇവിടെ എന്ത് വോൾട്ടേജ് ആണ് അപ്പിയർ ചെയ്യുന്നത്, അത് തന്നെ ഇവിടെ വോൾട്ടേജ് അപ്പിയർ ചെയ്തു. ഇനി ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുക. ഇതിന് അക്രോസ് ഉള്ളത് എനിക്ക് അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിന് ചുറ്റുമുള്ളതിന് അക്രോസ് എത്രയാണെന്ന് അറിയുക. ഈ ഒരു ലൂപ്പിന്റെ അകത്ത് പാരലൽ വരുന്ന ഏതൊക്കെ? ഇത്രയാണ് പാരലൽ വരുന്നത്. അപ്പം മൈനസ് പ്ലസ് VM മൈനസ് പ്ലസ് VM, ദാറ്റ് ഈസ് 2 VM. ദെൻ ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇത് മൈനസ് പ്ലസ് VM ആണ്. അപ്പം എനിക്ക് അറിയേണ്ടത് ഏതാണ്? ഇതിന് അക്രോസ് ഉള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ ഇതിന് അക്രോസ് ഉള്ളതെന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു പോയിന്റ് തന്നെയാണ് എവിടെ വരുന്നത്? ഈ ഒരു പോയിന്റ് വരുന്നത്. ഈ ഒരു പോയിന്റ് തന്നെയാണ് എവിടെ വരുന്നത്? ഇവിടെ വരുന്നത്. അപ്പൊ ഇത്രയും ഷോർട്ട് സർക്യൂട്ട് ആണ്, ഇത്രയും ഷോർട്ട് സർക്യൂട്ട് ആണ്. ഏതിന് അക്രോസ് ഉള്ള അറിയേണ്ടത്? ഇതിന് അക്രോസ് ഉള്ളതാണ് അറിയേണ്ടത്. അപ്പൊ ആ VM തന്നെ ആയിരിക്കും എവിടെ വരുന്നത്? ഇവിടെ വരുന്നത്. അപ്പൊ VM ആയിരിക്കും ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, so thank you. We will discuss more about the ripple factor in the next class. So thank you. Stay happy.